കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. രാജസ്ഥാനിൽ നിന്ന് എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ബി.ജെ.പി സ്ഥാനാർത്ഥികളായ ചുനിലാൽ ഗരാസിയെയും മദൻ റാത്തോഡും രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ബൽറാം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, വിശദാംശങ്ങൾ. ഗോകുൽ, സോണിയാഗാന്ധി 25 വർഷത്തെ ലോക്സഭാ കാലയളവിന് ശേഷം ഇപ്പോൾ രാജ്യസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജ്യസഭയിലേക്ക് ഇത്തവണ സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നാണ് മത്സരിച്ചത്. രാജസ്ഥാനിൽ നിന്നും സോണിയാഗാന്ധിയെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി വരണാധികാരി പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 പേരാണ് രാജസ്ഥാനിൽ നിന്നും ഇത്തവണ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചത്. കോൺഗ്രസിന്റെ ഏക സ്ഥാനാർത്ഥിയായിരുന്നു മുൻ അധ്യക്ഷ കൂടിയായ സോണിയാ ഗാന്ധി. ഒപ്പം തന്നെ ബി.ജെ.പിയുടെ 2 അംഗങ്ങളും 2 പേരെ ജയിപ്പിക്കാൻ ബി.ജെ.പിക്ക് കഴിയും. 2 അംഗങ്ങളും എതിരില്ലാതെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ബി.ജെ.പി അംഗങ്ങളായ ചുനിലാൽ ഗരാസിയ, മദൻ റാത്തോഡ് എന്നിവരാണ് എതിരില്ലാതെ രാജ്യസഭയിലേക്ക് രാജസ്ഥാനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. ആരോഗ്യ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഇത്തവണ തൻ്റെ സ്ഥിരം മണ്ഡലമായ റായ്ബറേലിയിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കിയത്. തുടർന്നാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കട്ടെ എന്ന തീരുമാനം കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടതും സോണിയാഗാന്ധിയെ രാജസ്ഥാനിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതും. രാജസ്ഥാനിൽ കൂടാതെ തന്നെ കർണാടകയും ഹിമാചൽ പ്രദേശും സോണിയാഗാന്ധി മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഹിന്ദി ഹൃദയഭൂമിയിലെ ഒരു സംസ്ഥാനത്തു നിന്ന് തന്നെ മത്സരിക്കാനുള്ള അന്തിമ തീരുമാനമെടുത്തത് സോണിയാഗാന്ധി തന്നെയാണ്. ഇതുകൂടാതെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ 4 അംഗങ്ങളും എതിരില്ലാതെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തക സാഗരിക ഘോഷ്, ഒപ്പം തന്നെ മമതാ ബാല താക്കൂർ, സുസ്മിത ദേവ്, നദീമുൽ ഹക്ക് എന്നീ 4 തൃണമൂൽ സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പ് തീയതിക്ക് മുമ്പായി തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി വരണാധികാരി അറിയിച്ചിരിക്കുന്നത്. ഗൂഗിൾ. ശരി, സോണിയാഗാന്ധി ഇനി രാജ്യസഭയിലുണ്ടാകും. രാജസ്ഥാനിൽ നിന്ന് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ബൽറാം നെടുങ്ങാടി പങ്കുവച്ചത്.